ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരിക്. നിങ്ങളുടെ സ്വന്തം മനു മിസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ വർക്കിംഗ് വിത്ത് ഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ലൈവ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലില് ലൈവ് സെക്ഷനിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഫുൾ ചാപ്റ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി കാണേണ്ടത്, ഇതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ എന്തായാലും അതിൽ ലൈവിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞു എനിക്ക് ഈ ചാപ്റ്ററിന്റെ എക്സാം വരാൻ പോവാണ്. അപ്പൊ അതൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മൾ ഇതിന്റെ മോർ ക്വസ്റ്റ്യൻസുകൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തരും എന്നുള്ള ഒരു വാക്കും തന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ചോദ്യം നല്ലപോലെ ശ്രദ്ധിക്കുക, എന്റെ കൂടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക, ഉത്തരം ചെയ്യുക. ദെൻ കമന്റ് ബോക്സിൽ നിങ്ങൾ ആൻസറും പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ചെയ്യാൻ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ ആ ലൈവ് എന്തായാലും അറ്റൻഡ് ചെയ്യണം. കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ഫ്രാക്ഷൻസുകളുടെ ഡിവിഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, പാറ്റിക്കാണ് ഇതാ എ ബുക്ക് റിട്ടൺ ബൈ ശ്രിദ്ധാരാചാര്യ in the 9th century CE mentions this problem. Okay, friend, after thinking what sum will be obtained by adding together 1 divided by 1 by 6, 1 divided by 1 by 10, 1 divided by 1 by 13, 1 divided by 1 by 9 and 1 divided by 1 by 2. Okay, what should the friend say? അപ്പൊ ഒന്നും ആലോചിക്കാനില്ല, അവിടെ കൊടുത്തിരിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്പേഴ്സുകൾ നല്ലോണം എന്ത് ചെയ്യുക, എന്റെ കുട്ടികൾ നോക്കുക. ഈ നമ്പേഴ്സുകളൊക്കെ ആഡ് ചെയ്താൽ ഇതിന്റെ സമ്മാണ് ചോദിക്കുന്നത്. സമ്മ് നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ഡിവിഷൻ എന്താണെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, വേണ്ടേ? അപ്പൊ ഡിവിഷൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓരോന്നും എന്താണ് അതിന്റെ ആൻസർ കിട്ടുക എന്നുള്ളത് നോക്കുക, എന്നിട്ട് നമുക്ക് സമ്മ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാര്യം എന്തായിരുന്നു? 1 ഡിവൈഡഡ് ബൈ 1 by 6 ആണ്. സോ നമുക്കറിയാം 1 എന്നുള്ള വാല്യൂ ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. സോ 1 എന്ന് പറഞ്ഞാൽ 1 by 1 ആണ്. എപ്പോഴും ഞാൻ പറഞ്ഞു, വെറുതെ ഇരിക്കുന്ന നമ്പർ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, നമ്മള് വെറുതെ ഇങ്ങനെ നിൽക്കുന്ന നമ്പറാണ്. അപ്പൊ അതിന്റെ താഴെ എപ്പോഴും 1 ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ചുമ്മാ ഒരു 2 നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് 2 by 1 എന്ന് എഴുതാം. ചുമ്മാ അവിടെ ഒരു 3 നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ ഒരു കസേര ഇട്ട് കൊടുത്തോളൂ, 1. ഓക്കെ, അതുപോലെ 1 എന്ന് പറഞ്ഞാൽ 1 by 1 എന്നാണ് അതിന്റെ മീനിങ്. അതെന്തോ ആവട്ടെ, നമ്മൾ ആരെ കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്? 1 by 6 കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെ? 1 by 6 കൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ആരെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അവന്റെ എന്തെടുക്കുക, റെസിപ്രോക്കൽ എടുക്കുക, അവനെ തല തിരിച്ചിടുക. സോ ഇതിനെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1 divided by 6 by 1 എന്ന് വരും. ഈ 6 by 1 എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക, 6 by 1 എന്ന് പറഞ്ഞാല് എന്താണ്? 6 തന്നെയാണ്. സോ അവിടെ ഡിവിഷൻ അല്ല, ഞാനിവിടെ നേരത്തെ പറഞ്ഞു പോയി, അവിടെ ഡിവിഷൻ അല്ല. നിങ്ങൾ ഇനി റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇത് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. ആരെ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അവനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ ആയി. സോ ഇതാണ് ഡിവിഷന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ട് ഫ്രാക്ഷൻസുകൾ ഡിവൈഡ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ, ഒന്നുകൂടെ ഞാൻ പറയുവാണേ, രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ആരെ കൊണ്ടാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് അവന്റെ റെസിപ്രോക്കൽ എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മളുടെ ആൻസർ ആയി. സോ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. മൾട്ടിപ്ലൈ ചെയ്യാൻ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെ? താഴെയുള്ള 1 ഇനി നമ്മൾ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം താഴെ 1 വന്നാല് സെയിം വാല്യൂ തന്നെ വരിക. 1 into 6 എന്ന് പറഞ്ഞാൽ 6 വരും. അതേപോലെ ബാക്കി എല്ലാ നമ്പേഴ്സും നമുക്ക് സ്പീഡിൽ എഴുതി നോക്കിയാലോ. 1 divided by 1 by 10 എന്ന് പറഞ്ഞാല് ആരെ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? 1 by 10. അവന്റെ റെസിപ്രോക്കൽ, അവനെ തലതിരിച്ചിടുക. അപ്പൊ എന്ത് വരും? 10 എന്ന് വരും. സോ 1 into 10 എന്ന് പറഞ്ഞാൽ 10 എന്ന ആൻസർ കിട്ടി. അടുത്തത് ആരാണ്ടാ? 1 divided by 1 by 13. എന്താ ഉത്തരം വരിക? 1 into 13 വരും. സോ 13 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ ഞാൻ എന്തിനാ തല തിരിച്ചിട്ടത്? 1 by 13. 1 by 13 തല തിരിച്ച് റെസിപ്രോക്കൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ 13 by 1 എന്ന് വരും. സോ ഇവിടെ ഒരു 1 ഉണ്ട്, അത് വേണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് അടുത്ത ആളാരാണ്? അടുത്തത് 1 divided by 1 by 9. ഇതിനെ നമ്മൾ തലതിരിച്ചിട്ട 1 into 9 എന്ന് വരും. സോ 9 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ആൾ ആര് വരും? അടുത്ത ആൾ എന്താണ് വരിക? 1 divided by 1 by 2 എന്ന് വരും. 1 divided by 1 by 2. അപ്പൊ അത് തലതിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റെസിപ്രോക്കൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും? 1 into 2 is equal to 2 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഈ വാല്യൂസിനൊക്കെ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലെ? ഏതൊക്കെയാണ് നമ്മളെ വാല്യൂസ് ആയിട്ട് വരുന്നത്? 6, 9, അല്ലെ? ഇവിടെ തന്നെ ഉണ്ട് 6, 10, 13, 9 and 2. സോ ഇവരെയൊക്കെ സമ്മ് കണ്ടുപിടിക്കാനാണ്, ആഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 6 plus 10 plus 13 plus 9 plus 2 ചെയ്ത് നോക്കിക്കേ. എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 6ഉം 10ഉം ആഡ് ചെയ്താൽ 16 എന്ന് വരും. അതേപോലെ തന്നെ 9ഉം 2ഉം ആഡ് ചെയ്താൽ എത്ര വരും? 11 എന്ന് വരും. സോ ഇത് ആഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ആൻസർ 40.
40 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഇതുപോലത്തെ ആൻസേഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ, ഇങ്ങനത്തെ വേർഡ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് 2 ഫ്രാക്ഷൻസ് നമ്മളുടെ ഡിവിഷൻ എന്ന് അറിയണം. ഇല്ലേ, ഡിവിഷൻ അറിയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ, ഇല്ലേ, ഒരു 2 ഫ്രാക്ഷൻസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അറിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതുപോലത്തെ വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കേണ്ടായിരിക്കുക. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ആൻസർ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഇതാ നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇനി ഒരു പക്ഷെ കിട്ടാത്തവരും ഉണ്ടായിരിക്കും. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ റിവിഷൻ എന്ന് തന്നെ പറയാം അല്ലെ, ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ലൈവിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ ലൈവിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇതിന് ആൻസർ കിട്ടിയത് ശരിയാണോ, അല്ലെങ്കിൽ ആൻസർ കിട്ടാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ലൈവ് ഓടിപ്പോയിട്ടൊന്ന് വാച്ച് ചെയ്തിട്ട് വരിക. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിനെ ഒന്ന് അറിയുക. കൃത്യം 7 മണിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ സബ്ജക്റ്റിന്റെ ലൈവുകളും നമ്മുടെ ചാനലിൽ തന്നെ കിട്ടുന്നതായിരിക്കും. സോ ഇപ്പൊ പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ആ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. അപ്പൊ മറക്കണ്ട, ഈ ചോദ്യത്തിന് ആൻസർ എന്ത് ചെയ്യുക, നമ്മളെ ചാറ്റ് ബോക്സിൽ, കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ കമന്റ് വെയിറ്റ് ചെയ്ത് ഞാൻ അവിടെ നിൽക്കുന്നതായിരിക്കും. പുതിയൊരു ലൈവ് ഒക്കെ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ, സീ യു, ടാറ്റാ.